കെ മുരളീധരൻ ഇനി മുതൽ തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം തൃശൂരിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ ബലിയാടാക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് കാലുവാരുകയായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് തൃശൂർ ലോക്സഭയിൽ ഉണ്ടായത്. പല കാരണങ്ങളാലും അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ വലിയ തോതിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വടകരയിൽ ചെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന പി ജയരാജനെ 85,000 വോട്ടുകൾക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർത്തെറിഞ്ഞത്. അതിനുശേഷം വടകരയിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനു പകരമായി തൃശൂർ നിലനിർത്താൻ വേണ്ടി ടി.എൻ. പ്രതാപന് പകരം കെ മുരളീധരനെ അയച്ചത് രാഷ്ട്രീയ മണ്ടത്തരമായി പോയി എന്ന് പല കോണിൽ നിന്നും സംസാരമുണ്ടായി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വടകരയിൽ ഷാബി തന്നെയാണ് വിജയിച്ചതെങ്കിൽ പോലും കെ മുരളീധരനോട് കൃത്യമായ ഒരു സിമ്പതി വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ വർഗീയതയെ ചെറുത്തുതോൽപ്പിക്കാൻ കെൽപ്പുള്ള, കേരളത്തിൽ ഉടനീളം ഏത് ജില്ലയിൽ പോയി മത്സരിക്കാൻ പറഞ്ഞാലും അതിനൊന്നും ഒരു മടിയും കൂടാതെ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന നേതാവ് കെ മുരളീധരനെ പോലെ വളരെ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വീകാര്യത എന്ന് പറയുന്നത്. വട്ടിയൂർക്കാവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരിച്ചു വന്നാൽ വി കെ പ്രശാന്തിന്റെ കാര്യം കട്ടപ്പുറത്താകും. കാരണം വട്ടിയൂർക്കാവ് കെ മുരളീധരന്റെ കൈവശമുണ്ടായിരുന്ന മണ്ഡലമാണ്. അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് അന്ന് കോൺഗ്രസിന്റെ താരതമ്യേന ജനപ്രിയതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായ മോഹൻകുമാറിനെ 14,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചത്. അതിനുശേഷം കോൺഗ്രസിന്റെ ദുർബല സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നായരെ പരാജയപ്പെടുത്തുന്നതും ബി.ജെ.പിയുടെ വി രാജേഷ് രണ്ടാമത് ത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ മണ്ഡലം കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖല തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി 8,000 വോട്ടുകളുടെ ലീഡ് നേടിയെങ്കിലും അവിടെ കോൺഗ്രസ് ആണ് രണ്ടാമതെത്തിയത്. തനിക്ക് അവിടെ വലിയ രീതിയിലുള്ള ജനസമ്മതിയുണ്ട് എന്ന് കെ മുരളീധരൻ തറപ്പിച്ചു പറയുകയാണ്. ഓരോ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെയും നേരിട്ടറിയുന്ന ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ. തലസ്ഥാന നഗരിയിൽ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് നിർണായകമാകും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനാണ് തനിക്ക് ഏറെ താല്പര്യമെന്നാണ് കെ മുരളീധരൻ അവകാശപ്പെടുന്നത്. അതൊരു പക്ഷേ വലിയ രീതിയിൽ ജനസ്വാധീനത വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് തന്നെയാണ് വിവിധ ഗ്രൂപ്പുകൾക്കതീതമായി ഐക്യകണ്ഠേനയുള്ള UDFന്റെ തീരുമാനം.